പ്രിയമുള്ളവരെ, ഇന്ന് പലരും യഥാർത്ഥ സുവിശേഷത്തെ വളരെ സങ്കീർണവും ശക്തിയല്ലാത്തതുമാക്കുകയാണ്. യേശുവും സുവിശേഷവും വളരെ ലളിതവും അതിശക്തവുമാണ്. ആർക്കും മനസ്സിലാകുന്ന വിധത്തിൽ പരിശുദ്ധാത്മാവ് ബൈബിളിൽ അത് വിശദീകരിച്ചിരിക്കുന്നു. എന്നാൽ പലരും ഈ വാക്കിനെ വ്യാഖ്യാനിക്കുകയും ആർക്കും മനസ്സിലാകാത്ത ഒരു കീറാമുട്ടിയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. സാധാരണക്കാർക്ക് സഭ എന്താണെന്ന് അറിയില്ല, വിശ്വാസം എന്താണെന്ന് അറിയില്ല, വിശുദ്ധി എന്താണെന്ന് അറിയില്ല, ശരിയായ ഉപദേശം എന്താണെന്ന് അറിയില്ല. എന്നാൽ സുവിശേഷങ്ങൾ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ, ലേഖനങ്ങൾ, വെളിപ്പാട് തുടങ്ങിയ ദൈവിക ലേഖനങ്ങൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. സഭ ക്രിസ്തുവിൽ നിക്ഷിപ്തമാണ്. യേശു പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് വരെ ക്രിസ്തുവിൻ്റെ സഭ വളർന്നുകൊണ്ടേയിരിക്കും, സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. സുവിശേഷത്തിന് ആത്മാക്കളെ രക്ഷിക്കാനുള്ള ശക്തിയും, രക്ഷിക്കപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള ശക്തിയും, രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തിയും, ആളുകളെ വിടുവിക്കുവാനുള്ള ശക്തിയുമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല, കാരണം അത് വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ ശക്തിയാണ്. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ പറയുന്ന സുവിശേഷത്തിന് ഈ ശക്തിയുണ്ടോ? നിങ്ങൾ പറയുന്ന സുവിശേഷം കേൾക്കുന്നവരിൽ വിടുതൽ ഉണ്ടാകുന്നുണ്ടോ? സൗഖ്യമുണ്ടാകുന്നുണ്ടോ? അത്ഭുതങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ പഠന രീതികളും യാഥാസ്ഥിതിക ചിന്തയും സ്വാർത്ഥ മനോഭാവവും മാറ്റേണ്ടതുണ്ട്. നാം മാറേണ്ടതുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തുവും അവൻ്റെ സുവിശേഷവും അന്നും ഇന്നും എന്നും മാറ്റമില്ലാത്തതാണ്. അത് നരഭോജികളെ നരസ്നേഹികളാക്കുന്നതാണ്. കിരാതന്മാരെയും മര്യാദയില്ലാത്തവരെയും മര്യാദയുള്ളവരും സംസ്കാരമുള്ളവരുമാക്കുകയാണ്. അറിവ് കെട്ടവരെ ജ്ഞാനികളാക്കുകയാണ്. യുദ്ധക്കൊതിയന്മാരെ സമാധാനമുണ്ടാക്കുന്നവരാക്കുകയാണ്. ആ സത്യസുവിശേഷത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ ഓരോരുത്തരും നിറയുവാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.